വീട്ടിൽ വളർത്തേണ്ട മൃഗങ്ങളുണ്ട്, വളർത്താൻ പാടില്ലാത്ത മൃഗങ്ങളുമുണ്ട്. വീട്ടിൽ വയ്ക്കേണ്ട പ്രതിമകളുമുണ്ട്, വീട്ടിൽ വയ്ക്കാൻ പാടില്ലാത്ത പ്രതിമകളുമുണ്ട്. അതുപോലെ തന്നെ ചിത്രങ്ങളും. നമസ്കാരം, രുദ്രധാരയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വീട്ടിൽ വളർത്തേണ്ട മൃഗങ്ങൾ ഏതൊക്കെയാണ്, വളർത്താൻ പാടില്ലാത്തവ ഏതൊക്കെയാണ്, ചിത്രങ്ങൾ, പ്രതിമകൾ ഏതൊക്കെയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ സന്തോഷകരമായി ജീവിക്കാൻ വളരെ ആരോഗ്യമുള്ള ഒരു ശരീരം പോലെ തന്നെ സാമ്പത്തിക ഭദ്രതയും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വാസ്തുവിൽ നിർദ്ദേശിക്കുന്ന ചില മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ സാമ്പത്തിക ഭദ്രതയും ഭാഗ്യവും നമ്മളെ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ സംരക്ഷിക്കും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മൃഗങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. ചിലതിനെ വളർത്താൻ പാടില്ല എന്നുകൊണ്ട് ചിലത് വന്നു കയറാനും പാടില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഇക്കൂട്ടത്തിൽ ആദ്യം വരുന്നത് പശുക്കളാണ്, ഗോക്കളാണ്. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ പശു, അതിനെ വീട്ടിൽ വളർത്തുന്നത് ഭാഗ്യത്തിനോടൊപ്പം തന്നെ സാമ്പത്തിക ലാഭവും ഉണ്ടാകും. നമുക്കറിയാമല്ലോ, അത് സാമ്പത്തിക ലാഭം ഉണ്ടാകും പശുക്കളെ വളർത്തി കഴിഞ്ഞാൽ. അപ്പോൾ അത് എവിടെ വേണം വളർത്താൻ? വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് അഭിമുഖമായി നിന്നെങ്കിൽ വളരെ വലിയ ഐശ്വര്യം ഉണ്ടാകും. രാവിലെ പശുവിനെ കണി കാണുക എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസപ്രകാരം വളരെ ഐശ്വര്യദായകമാണ് എന്ന് കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ പശുക്കളാണ് ഇതിനകത്ത് ഒന്നാം സ്ഥാനത്ത് പെടുന്നത്. അതുകൊണ്ട് തന്നെ പശുക്കളെ വീട്ടിൽ വളർത്തുന്നത് വളരെയധികം ഉചിതമായ ഒരു കാര്യമാണ്, അല്ലേ? ഈ പശുക്കളെ വളർത്തുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സാധാരണ നമ്മൾ പാലിന് വേണ്ടിയിട്ടാണല്ലോ, പാലിനും അതുപോലെ തന്നെ ചാണകത്തിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പശുക്കളെ വളർത്താറുണ്ട്. സാമ്പത്തിക ലാഭമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. പക്ഷേ അതിനെ പരിപാലിക്കേണ്ട വിധം കൂടി ഇതിനകത്ത് പറയപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും അതിനെ കുളിപ്പിക്കുക എന്ന് പറയുന്നത് അത് മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ദിവസവും തൊഴുത്ത്, നമ്മുടെ വീട് വൃത്തിയാക്കുന്നത് പോലെ തന്നെ തൊഴുത്തും വൃത്തിയാക്കിയിരിക്കണം. അതുപോലെ തന്നെ ആ പശുവിന് ജലം കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ അതിന് ഭക്ഷണം രാവിലെ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ഇനി കൂടെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം. സാധാരണ നമ്മൾ പശുക്കളെ വളർത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ അതിനെ അടിക്കും, അല്ലേ? യാതൊരു കാരണവശാലും അടി കൊടുക്കുന്നുണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. യാതൊരു കാരണവശാലും ആ കയർ, അതിൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന കയർ ഉപയോഗിച്ച് അതിൻ്റെ പുറത്തടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കാലുപയോഗിച്ചടിക്കുന്ന പരിപാടി നമുക്കുണ്ട്, അതും യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി വാസ്തുവിൽ പറയപ്പെടുന്നുണ്ട്. അനന്തരഫലം വളരെ രൂക്ഷമായിരിക്കും അത്തരത്തിലുള്ള പ്രവണത കാണിച്ചാൽ. അത് ഏത് മിണ്ടാപ്രാണിയോടാണെങ്കിലും പശുക്കളോട് പ്രത്യേകിച്ച് എന്ന് വാസ്തുവിൽ പറയുന്നു. അപ്പോൾ ഏറ്റവും മികച്ച ഒന്നാണ് പശു എന്ന് പറയുന്നത്. അടുത്തതായി വരുന്നത് ശക്തി, സംരക്ഷണം, ജ്ഞാനം, ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രതീകമായ ആനയാണ്. ആനയെ ഇന്നത്തെ കാലത്ത് വീട്ടിൽ വളർത്തുക എന്ന് പറയുന്നത് നടപ്പുവശമല്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആനയുടെ പ്രതിമ സ്ഥാപിക്കാം വീട്ടിൽ. ചില വീടുകളിൽ കണ്ടിട്ടില്ലേ ആനയുടെ പ്രതിമ സ്ഥാപിക്കുന്നത്? വീടിന് പുറത്ത്, വീടിനുള്ളിലല്ല, ഷോക്കേസിൽ വെക്കുന്ന കാര്യമല്ല പറഞ്ഞേ, വീടിന് പുറത്ത് ആനയുടെ പ്രതിമ സ്ഥാപിക്കാം. വളരെ ഭാഗ്യമാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് സാമ്പത്തികമായിട്ട് വെച്ചടി കയറ്റമായിരിക്കുമെന്നാണ് ആനയുടെ പ്രതിമ വയ്ക്കുന്നതിലൂടെ. ഒരു പ്രതീകമാണ് അവിടെ. അത് സൂക്ഷിക്കുന്നത് വാസ്തുപ്രകാരം നല്ലതാണ്. വടക്ക് ഭാഗത്താണെങ്കിൽ വളരെ ഉചിതം കൂടിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. വടക്ക് ഭാഗത്ത്, തെക്കോട്ട് നോക്കി നിൽക്കുന്ന തരത്തിൽ, വടക്ക് ഭാഗത്ത് കൂടുതൽ വീടുകളും കിഴക്കോട്ടായിരിക്കും. അപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഒരു വീടിൻ്റെ വടക്ക് ഭാഗത്ത് തെക്കോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ പ്രതിമ സ്ഥാപിക്കുക എന്ന് വാസ്തുവിൽ പറയപ്പെടുന്നുണ്ട്. അപ്പൊ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് ആനയാണ്. അടുത്തതായിട്ട് വരുന്നത് സ്ഥിരതയുടെയും ദീർഘായുസിൻ്റെയും പ്രതീകമായ ആമകളാണ്. ആമകളെ വീട്ടിൽ വളർത്തുക എന്ന് പറയുമ്പോൾ കടലാമകളെയാണ് ഉദ്ദേശിക്കുന്നത്, കേട്ടോ. അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, കടലാമകളെ തന്നെ വളർത്തുക. അക്വേറിയം പോലെ വീടിന് പുറത്ത് ഒരു ചെറിയ അക്വേറിയം പോലെ പണിതതിന് ശേഷം അതിനകത്ത് ഈ കടലാമകളെ വളർത്തുക. കരിയറിൽ മികച്ച വിജയം ഉണ്ടാക്കും
ഈ പറയുന്ന കടലാമകളെ വളർത്തിക്കഴിഞ്ഞാൽ അത് അക്വേറിയം അങ്ങനെ പോലെയുള്ളത് ചെയ്യുന്നു എങ്കിൽ അതും വടക്ക് ദിശയിൽ തന്നെ ആയിരിക്കണമെന്നും പറയപ്പെടുന്നു. ഇനി അക്വേറിയം അല്ല, നമുക്കതിന് താല്പര്യമില്ല, പകരം അതിൻ്റെ ഒരു ശില്പം എന്ത് ചെയ്യാം, അവിടെ സ്ഥാപിക്കാം. അതും വടക്ക് ഭാഗത്ത്, അതും കടലാമയുടെ തന്നെ ആ ശില്പം സ്ഥാപിക്കുന്നത് കരിയറിൽ മികച്ച വിജയമുണ്ടാവുക, ദാമ്പത്യബന്ധം വളരെ സുരക്ഷിതമാവുക, ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് കടലാമകളുടെ ഈ പറയുന്ന രൂപം വയ്ക്കുന്നതും അല്ലെങ്കിൽ അതിനെ വളർത്തുക എന്ന് പറയുന്നതും വളരെ നല്ല കാര്യം തന്നെ ആണ്. അടുത്തതായിട്ട് പറയുന്നത് വേഗതയുടെയും ശക്തിയുടെയും പ്രതീകമായിട്ടുള്ള കുതിരകളാണ്. അശ്വം, കുതിരകളാണ് പറയുന്നത്. അപ്പോൾ കുതിരകളെ വളർത്തുന്നത് നല്ല കാര്യമാണ്. എന്നാൽ അതിനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വീടിൻ്റെ തെക്ക് ദിശയിൽ, വീടിനുള്ളിൽ ഹാളിൽ, ഡ്രോയിങ് റൂമിൽ അതിൻ്റെ തെക്ക് ദിശയിൽ കുതിരകളുടെ ചിത്രം സ്ഥാപിക്കുക എന്ന് വാസ്തുവിൽ പറയപ്പെടുന്നു. അതായത് വേഗത്തിലുള്ള ഒരു വളർച്ചയെ, കരിയറാണെങ്കിലും ജീവിതമാണെങ്കിലും സാമ്പത്തിക മേഖലയാണെങ്കിലും വിദ്യാവിജയമാണെങ്കിലും എല്ലാം തന്നെ വളരെ വേഗത്തിൽ നടക്കുന്നു എന്നാണ് പറയുന്നത്. കഴിവതും നിങ്ങൾ വെള്ളക്കുതിരയെ 7 വെള്ളക്കുതിരകളുടെ ചിത്രം വയ്ക്കാൻ പലരും പറയും. നിങ്ങൾ 7 എണ്ണമൊന്നും വയ്ക്കണമെന്നൊന്നുമില്ല, ഒരൊറ്റ ചിത്രം മതി. സിംഗിളായിട്ട് നിൽക്കുന്ന ഒരു കുതിര, 2 കാലുകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കുതിര എന്നാ പറയുന്നത്. അത് വെള്ളയായാലും കുഴപ്പമില്ല, കറുപ്പായാലും. ഈ 7 കുതിരകൾ എന്ന് പറയുമ്പോൾ വെള്ളയും കറുപ്പും ഒരുമിച്ച് വരുന്നതുണ്ട്. ഇത് സിംഗിളായിട്ടുള്ള കറുപ്പോ വെള്ളയോ 2 കാലുകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കുതിരയെ വയ്ക്കുക എന്നുള്ളതാണ്. തെക്ക് ദിശയിലാണ് ഇത് വയ്ക്കേണ്ടത്. അതിനകത്ത് പറയപ്പെടുന്ന ഒരു കാലാവധി കൂടിയുണ്ട്, 3 മാസം എന്നാണ് പറയുന്നത്. 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്കതിൻ്റെ ആ ഒരു ഗ്രോത്ത് അറിയാൻ പറ്റും. നമ്മൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത്, നമ്മൾ എന്ത് വർക്കുമായിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ജോലിയാണ്, ഇപ്പോൾ സ്ഥിരമായിട്ട് ജോലി ഉള്ളവരുണ്ടാവില്ല, പലപ്പോഴും ഒക്കെ ജോലി ഉള്ളവരെ ഉണ്ടാവും, ചിലപ്പോൾ മക്കൾക്കൊക്കെ ജോലി ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള വീടുകളിൽ തെക്ക് ദിശയിലായിട്ട് ഈ പറയുന്ന കുതിരകളുടെ ചിത്രം സ്ഥാപിക്കുക. കുതിരകളെ വളർത്താനും പറയുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും അത് സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന തെക്ക് ദിശയിൽ ഈ വീടിനുള്ളിൽ ഈ ചിത്രം സ്ഥാപിക്കുവാൻ പറയുന്നത്. ജലത്തിൻ്റെ ചലനം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. അതുമായി ബന്ധപ്പെട്ടതാണ് മത്സ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അത് മീനം രാശിയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. മീനം രാശിയിൽപ്പെട്ടവർ വീട്ടിലുണ്ടെങ്കിലേ വെക്കാൻ പാടുള്ളൂ എന്നല്ല പറയുന്നത്. വീട്ടിൽ അക്വേറിയം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കിടപ്പ് മുറിയിൽ ഈ അക്വേറിയം വയ്ക്കാതിരിക്കുക. മറിച്ച് നമ്മളുടെ കയറി വരുന്ന റൂമിൽ, അല്ല കയറി വരുന്ന ആ ഡ്രോയിങ് റൂമിൽ തന്നെ അക്വേറിയങ്ങൾ സ്ഥാപിക്കാനുള്ള രീതി നോക്കുക. അപ്പം മത്സ്യങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഐശ്വര്യം സമൃദ്ധിയൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വാസ്തുവിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ വീടുകളിൽ അക്വേറിയം സ്ഥാപിക്കുമ്പോൾ അത് ഏത് ദിശയിലാണ് വേണ്ടത്? വീടുകളിൽ അക്വേറിയം സ്ഥാപിക്കുമ്പോൾ കയറി വരുന്നത്, അപ്പം കിഴക്കോട്ട് ദർശനമാണെങ്കിൽ കയറി വരുമ്പോൾ നേരിട്ട് നമുക്ക് ആ അക്വേറിയം കാണാൻ പാടില്ല, മറിച്ച് നമ്മുടെ വലത് സൈഡിലായിരിക്കണം. എങ്ങോട്ടും ആയിക്കൊള്ളട്ടെ വീടിൻ്റെ ദർശനം, വീടിനുള്ളിലേക്ക് കയറുമ്പോൾ വലത് സൈഡിലായിരിക്കണം അക്വേറിയം കാണേണ്ടത്. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. കയറി വരുമ്പോൾ വലത് സൈഡിൽ, വീടിൻ്റെ ദർശനം എവിടെയാവട്ടെ, കയറി വരുമ്പോൾ വലത് സൈഡിൽ അക്വേറിയം കാണപ്പെടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അടുക്കളയിൽ യാതൊരു കാരണവശാലും അക്വേറിയം വയ്ക്കാൻ പാടില്ല. കിടപ്പുമുറിയിൽ യാതൊരു കാരണവശാലും അക്വേറിയം വയ്ക്കാൻ പാടില്ല. പൂജാമുറിയോട് ചേർന്ന് ഒരു കാരണവശാലും അക്വേറിയം വയ്ക്കാൻ പാടില്ല. പൂജാമുറിക്ക് ഓപ്പോസിറ്റായിട്ട് ഇത് ഒരു കാരണവശാലും വരരുത്, അങ്ങനെയും കൂടെ പറയപ്പെടുന്നുണ്ട്. കയറി വരുമ്പോൾ വലത് സൈഡിലായിരിക്കണം, ഒരു പ്രത്യേക ദിശ പറയുന്നില്ല. കയറി വരുമ്പോൾ വലത്, അതത്ര മാത്രം നോക്കിയാൽ മതി. ഐശ്വര്യം, വീട്ടിനകത്ത് ഐശ്വര്യം നിറയുമെന്നാണ് പറയുന്നത്. അതായത് ജലത്തിൻ്റെ ചലനം പോലെ തന്നെ അത്രയും സംഭവബഹുലമായിട്ടുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാവും. സാമ്പത്തിക തടസ്സമില്ലാതെയാവും, നമുക്ക് പല സോഴ്സിലൂടെ വരുമാനം ഉണ്ടാകും എന്ന് പറയുന്നത്. അതുപോലെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റും പെട്ടെന്ന്. എത്ര വലിയ പ്രശ്നത്തിലാണ് ചെന്ന് പെടുന്നതെങ്കിലും വഴുതി പോകും. മീനെ പിടിക്കുമ്പോൾ അറിയില്ലേ, നമ്മൾ ജീവനുള്ള ഒരു മീനെ നമ്മൾ പോയി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, അത് വഴുതി പോകും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മീനൻ രാശിക്കാർക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവർ പ്രശ്നങ്ങളുടെ അങ്ങേ അറ്റത്ത് ചെന്ന് കയറിയിട്ട് ശരവേഗത്തിൽ തന്നെ തിരിച്ചിറങ്ങി വരാനുള്ള ഒരു കഴിവ്. അത് ഏതൊക്കെ നക്ഷത്രമാണെന്നറിയാമോ? പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, 3 എണ്ണം. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി, 3 നക്ഷത്രങ്ങൾ പെടുന്നവർ എന്ത് പ്രശ്നത്തിൽ ചെന്നിട്ട് നൈസായിട്ട് ഞൂരി തിരിച്ചു വരും.
അവർക്കത് അറിയാം. എങ്ങനെ ഒന്നിനും പിടികൊടുക്കത്തില്ല, ഒരാൾക്കും പിടികൊടുക്കത്തില്ല. അത് പ്രണയബന്ധമാണെങ്കിലും അല്ലാത്ത സൗഹൃദങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവർക്കറിയാം നിൽക്കാൻ, എങ്ങനെ ഒരാളുടെ അടുത്ത് സംസാരിക്കണം, അവരെന്താണ് ഇഷ്ടപ്പെടുന്നത്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സംസാരിച്ച് നിൽക്കാനുള്ള ഒരു കഴിവ് ഈ പറയുന്ന മീനത്തിന് ഉണ്ട്. അതായത് മത്സ്യത്തിൻ്റെ അതേ ഒരു സ്വഭാവമാണ് എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. അതാണ് മീനൻ രാശിയുടെ പ്രത്യേകത. അപ്പോൾ അക്വേറിയം വെക്കേണ്ടത് ഞാൻ പറഞ്ഞു, വലത് സൈഡിലാണ് കയറി വരുമ്പോൾ. അടുത്തത് ആളിനെ ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു കാര്യമായിരിക്കാം. ജ്ഞാനത്തിൻ്റെയും സമൃദ്ധിയുടെയും അടയാളമാണ് മൂങ്ങ എന്ന് പറയുന്നത്. മൂങ്ങകളെ പിടിച്ച് വീട്ടിൽ വളർത്താൻ പറ്റൂല. അപ്പോൾ എന്താ, അതിൻ്റെ ചിത്രം വെക്കാം. മൂങ്ങ യാതൊരു കാരണവശാലും വീട്ടിൽ വന്ന് കയറാൻ പാടില്ല, അങ്ങനെയും കൂടെ ഉണ്ട്. മൂങ്ങ വന്ന് കയറിക്കഴിഞ്ഞാൽ ആ വീട് ഇടിച്ചു കളയും, ആ വീട് പൊളിക്കും, വീട്ടിലുള്ളവർ 4 വഴിക്കാവും. ഒരു സംശയം വേണ്ടാത്ത കാര്യമാണത്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലേ ഇറങ്ങത്തുള്ളൂ. ആ ഒരു പ്രത്യേക യാമത്തിലൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങിപ്പോത്തുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ 360 ഡിഗ്രിയിൽ ഇങ്ങനെ കറക്കും ഈ സാധനം. അത് കാണുമ്പോൾ തന്നെ എന്താ ഉള്ള ധൈര്യം കൂടെ പോയി കിട്ടും. അപ്പോൾ മൂങ്ങകളുടെ ചിത്രം സ്ഥാപിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. മൂങ്ങകളുടെ ചിത്രം, അതുമായിട്ട് ബന്ധപ്പെട്ട മോതിരങ്ങൾ ചിലർ കയ്യിലിടുന്ന കണ്ടിട്ടുണ്ടോ? അപ്പം അത്തരത്തിൽ മൂങ്ങകളുടെ ആ ചിത്രം വയ്ക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത, ഇത് നമുക്ക് കിടപ്പുമുറിയിൽ വയ്ക്കാം, പ്രധാന റൂമിലും അതുപോലെ തന്നെ കിടപ്പുമുറിയിൽ ഇത് വയ്ക്കാം. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ, കാരണം ജ്ഞാനത്തിൻ്റെ അടയാളമാണെന്നാണ് പറയുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക് അറിവ് സമ്പാദിക്കാനും അതുപോലെ തന്നെ വിദ്യാവിജയം ഉണ്ടാവാനും ഒക്കെ ആയിട്ട് വാസ്തുവിൽ നിർദ്ദേശിക്കുന്ന ഒരു ചിത്രമാണ്. വളർത്തുന്ന സാധനമോ വേറൊന്നും അല്ല പറയുന്നത്, ഒരു ചിത്രം അല്ലെങ്കിൽ അതിൻ്റെ ശില്പം. ചിത്രം അല്ലെങ്കിൽ ശില്പം. ഞാൻ ഈ പറയുന്നതൊന്നും എടുത്ത് ഷോക്കേസിൽ വെക്കാനുള്ള സാധനങ്ങളെ കുറിച്ചല്ല, ഷോക്കേസിൽ വെക്കാനുള്ളതല്ല, ടിവിയുടെ മേളിലോ ഫ്രിഡ്ജിൻ്റെ മേളിലോ വെക്കാനുള്ള സാധനങ്ങളല്ല ഇത്. ഇതിന് പ്രത്യേക സ്ഥാനം കൊടുക്കുക, അതിന് പ്രത്യേക ഒരു പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. ഷോക്കേസിൽ നമുക്ക് എന്തും കൊണ്ടുവന്ന് വെക്കാം അല്ലേ? ഷോ കാണിക്കുന്ന എന്തും നമുക്ക് കൊണ്ടുവന്ന് ഷോക്കേസിൽ വെക്കാം, അല്ലെങ്കിൽ അത് ഷോ ജനിപ്പിക്കുന്ന എന്തും നമുക്ക് വയ്ക്കാം. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിനൊരു പ്രത്യേക സ്ഥലം നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ദിശയൊന്നും പറയപ്പെടുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന റൂമിൽ ഈ സ്റ്റഡി ടേബിളിനോടൊക്കെ ചേർത്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഏതാ മൂങ്ങയുടെ ചിത്രമോ അല്ലെങ്കിൽ അവർ എങ്ങോട്ട് ദർശനമായിട്ട് ഇരുന്നാണോ പഠിക്കുന്നത്, ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ള വസ്തുക്കളെ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണത്. കുറച്ചു നേരം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അടുത്ത ഒരു 5 മിനിറ്റ് പുറത്തു പോയി അനങ്ങുന്ന ഇലകളെ നോക്കണം, എങ്കിൽ മാത്രമേ പഠിച്ചത് നമുക്ക് ഓർമ്മ നിൽക്കത്തുള്ളൂ എന്നുകൂടി പറയപ്പെടുന്നുണ്ടല്ലോ. അതൊരു സൈക്കോളജിയാണ് എന്ന് പറയുന്നത് പോലെ ഈ ഒരു സൈക്കോളജി അതിനകത്ത് വർക്കൗട്ടാവും. എന്തുകൊണ്ടാണ്, ആ ചിത്രം അവിടെ വെക്കുമ്പോൾ. അപ്പോൾ അതാണ് അറിവുമായിട്ട് ജ്ഞാനമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന മൂങ്ങയുടെ ചിത്രം എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞെന്ന് വെച്ചിട്ട് മൂങ്ങയെ കൊണ്ടുവന്ന് വീട്ടിൽ വളർത്താനല്ല, അതുകൂടി ഓർമ്മിപ്പിക്കുന്നു. മൂങ്ങ വന്ന് കയറാനും പാടില്ല എന്നുകൂടി പറയപ്പെടുന്നു. വാസ്തുവിൽ പറയപ്പെടുന്ന അടുത്ത ആളാണ് തത്ത. തത്തയെ നമ്മൾ വളർത്തും പല വീടുകളിലും, പക്ഷെ വാസ്തു നിർദ്ദേശിക്കുന്ന വീട്ടിൽ വളർത്താനല്ല. തത്ത വന്ന് കയറുന്നത് നല്ലത് തന്നെ. വന്ന് കയറുന്നത് തത്തയെ പിടിച്ച് കൂട്ടിലിടരുത് യാതൊരു കാരണവശാലും. തത്തയെ വീട്ടിൽ വളർത്താൻ നിർദ്ദേശിക്കുന്നില്ല, പക്ഷേ തത്തകൾ വീട്ടിലേക്ക് വന്നു കയറുന്നത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ലക്ഷണമാണെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് തത്തകൾ വന്നു കയറുവാണെങ്കിൽ വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് ഒരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാകും, ജോലി ലഭിക്കാനുള്ള, ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വാസ്തുവിൽ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ തത്തയെ കൂട്ടിലടച്ച് വളർത്തി കഴിഞ്ഞാൽ എന്താണ് പരിണിത ഫലം? നല്ല ഭംഗിയൊക്കെയാണല്ലേ, ഏതെങ്കിലും വായ്പ കൊടുക്കുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യും, വേറെ പ്രശ്നമൊന്നുമല്ല. തലമുറയിൽപ്പെട്ട ആർക്കെങ്കിലും മാനസികപരമായിട്ടുള്ള അസുഖം ഉണ്ടാവും, അതാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അംഗവൈകല്യം. ഇത് 2ൽ 1 സുനിശ്ചിതമാണ്. തലമുറയിലെ ആർക്കെങ്കിലും, കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഒന്നുകിൽ ഒരു അപകടം സംഭവിച്ചായിരിക്കും ഈ പറയുന്ന അംഗവൈകല്യം ഉണ്ടാകുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കം, വിഷാദരോഗം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും, ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കായിരിക്കാം. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇതിനെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്താൻ ശാസ്ത്രം പറയുന്നില്ല. അത് മനുഷ്യൻ ചെയ്ത പരിപാടിയാണ്. ഇവർക്ക് വിഹരിക്കാൻ വേണ്ടി വിശാലമായിട്ടുള്ള ഒരു ആകാശമുള്ളപ്പോൾ അതിനെ പിടിച്ച് കൂട്ടിലിട്ടാൽ അതിൽ നിന്ന് പോസിറ്റീവ് കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അടി കൊടുക്കേണ്ടതായേക്കാം. അതുകൊണ്ട് അതിനെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്താൻ പറയുന്നില്ല. വാസ്തുശാസ്ത്രത്തിൽ അടുത്തതായിട്ട് പറയപ്പെടുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ജീവിയെ കുറിച്ചാണ്.
മുയലുകൾ. മുയലുകളെ വീട്ടിൽ വളർത്തിയാൽ എന്താണ് ഗുണമോ ദോഷമോ? ഒരു സംശയം വേണ്ട, ഗുണം മാത്രമേ ഉള്ളൂ. മുയലുകളെ വീട്ടിൽ വളർത്തിക്കഴിഞ്ഞാൽ, കാട്ടുമുയലല്ല, മുയലുകളെ വീട്ടിൽ വളർത്തിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഏറ്റവും നല്ല കാര്യമാണ്. അതിനെ ശ്രദ്ധിക്കാൻ കൂടെ വേണം കേട്ടോ, കൃത്യമായിട്ട് അതിനകത്തുള്ള ഫീഡിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കണം. അപ്പോൾ മുയലിനെ വളർത്തിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. വിവാഹം നടക്കാതിരിക്കുന്ന സ്ത്രീയോ പുരുഷനോ വീട്ടിലുണ്ടെങ്കിൽ, ആണോ പെണ്ണോ വീട്ടിലുണ്ടെങ്കിൽ വിവാഹം നടക്കും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ജോലിയില്ലാത്തവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടും, സർക്കാർ ജോലി ഉറപ്പാണ് പറയുന്നത്. അതല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ സ്ഥിരമായ ജോലി. അതായത് ഈ മുയലിനെ ആരാണോ സംരക്ഷിച്ചു പോകുന്നത് അയാൾക്ക് അതിനുള്ള സമയം കിട്ടാതാവും, ഇതിനെ നോക്കാൻ പറ്റാത്ത സമയവും. അതുകൊണ്ട് വർഷങ്ങളോളം ഇത് ചെയ്യുന്നവരില്ല. ഇത് കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ലൈഫ് ഡീവിയേറ്റ് ചെയ്ത് വ്യതിചലിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വാസ്തുപ്രകാരം മുയലുകളെ വീട്ടിൽ വളർത്തുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. പക്ഷേ അടിക്കടിയായി ഈ മുയലുകൾ ചത്തു തുടങ്ങിയാൽ ദോഷവും കൂടി പറയുന്നു. വേറെ ഒന്നുമല്ല, വീട്ടിലുള്ള ദമ്പതികൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അമ്മയും മക്കളുമായിട്ടോ അച്ഛനും മക്കളുമായിട്ടോ പിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടിയുണ്ട്. അടിക്കടിയായിട്ട് അതിനെ ഈ പാമ്പ് ചേര പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കയറി പിടിക്കുക. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ. അതായത് എല്ലാവരും അങ്ങ് വളർത്താത്ത കാര്യം ഇതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനെ കെയർ ചെയ്യുക എന്നുള്ളതാണ്. എങ്കിലേ ഈ പണിക്ക് നിൽക്കാവൂ. അതല്ല അടിക്കടിയായിട്ട് ഈ പറയുന്ന മുയലുകൾ ചത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലും അതുപോലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. അംഗങ്ങൾക്കും പല പ്രശ്നങ്ങളുണ്ടാവും, ദാമ്പത്യ ബന്ധത്തെയൊക്കെ ബാധിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറയുന്ന മുയലുകളെ വളർത്തിയാൽ നല്ല രീതിയിൽ നോക്കണം. നല്ല രീതിയിൽ നോക്കിയാൽ ഈ പറയുന്ന ലാഭം, നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന നഷ്ടം. ഇത്രയാണ് ഇതിനകത്ത് വാസ്തുവിൽ പറയപ്പെടുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പൂച്ചകളെ കുറിച്ചാണ്. ഒരിക്കൽ ഞാനൊരു പൂച്ചയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂച്ചകളെ വളർത്തുക എന്ന് പറയുന്നത് ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കും വീട്ടിൽ. ഏറ്റവും നല്ല അതായത് ശാന്തമായിട്ടുള്ളിടത്തെ പൂച്ച വിശ്രമിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ശാന്തമായ ഒരു അന്തരീക്ഷം, സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാകും. നെഗറ്റീവ് എനർജി ഇല്ലാതെയാകും എന്ന് പറയപ്പെടുന്നു. പക്ഷെ അതിൻ്റെ കൂടെ പഴയ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണെങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, വന്നു കയറാൻ പാടില്ല. യാതൊരു കാരണവശാലും അമ്മയും മക്കളും വന്നു കയറാൻ പാടില്ല. വന്നു കയറുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കും. ഫുഡ് കിട്ടുന്നതിനനുസരിച്ച് അവിടെ താമസിച്ച് പെറ്റി പെരുകും. എന്താണ്, പോയി കഴിഞ്ഞു, പരിപാടി തീർന്നു, കടം അങ്ങേ അറ്റം കയറും. കടം മാത്രമല്ല, വേറെ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ പിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കയറി കാണാം. അപ്പോൾ പൂച്ചകൾ എന്ന് പറയുന്നത് വീട്ടിൽ വളർത്തുന്നത് ഐശ്വര്യമാണ്, യാതൊരു സംശയവും ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. വന്നു കയറാൻ പാടില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ, വീട്ടിൽ വളർത്താൻ കേട്ടോ. മറ്റൊരു കാര്യം കൂടിയുണ്ട്, പൂച്ചകളുടെ പ്രതിമ സ്ഥാപിച്ചാലും മതി. ചില വീടുകളിലൊക്കെ നിങ്ങൾ വടക്കോട്ട് ചെല്ലുമ്പോൾ വീടുകളിൻ്റെ മതിലിലും വീടിൻ്റെ ഫ്രണ്ടിലുമൊക്കെ പൂച്ചകൾ, ഈ വീടിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊക്കെ പൂച്ചകളുടെ പ്രതിമകൾ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില ക്ഷേത്രങ്ങളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ. തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെ വയ്ക്കാറുണ്ട്. പക്ഷെ അവരതിനെ രക്ഷസിൻ്റെ ഭാവമായിട്ടൊക്കെയാണ് കാണുന്നത്. അവരുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ആ രീതിയിൽ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ പൂച്ചകൾ വന്ന് കയറി കഴിഞ്ഞാൽ ഒന്നും രക്ഷയില്ല, ദുരിതവും ദോഷവും ദുഃഖവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോയ്ക്കകത്ത്, സർജറി വരെ വീട്ടിൽ നടക്കും. സംശയമില്ലാത്ത കാര്യമാണ്. അപകടങ്ങളൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ വന്നു കയറാനോ അവിടെ കിടക്കാനോ അനുവദിക്കരുത്. അപ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. നല്ലൊരു അന്തരീക്ഷം അവിടെ തനിയെ സംജാതമാകുമെന്നാണ് പറയപ്പെടുന്നത്. പൂച്ചകൾ ആയിട്ട് ഈ കൂട്ടത്തിൽ പരാമർശിക്കുന്നത് നായയാണ്. പട്ടിയെ വളർത്തുക എന്ന് പറയുന്നത്. പട്ടിയെ വളർത്തുമ്പോൾ കറുപ്പിനെ നോക്കി തന്നെ വളർത്താൻ ശ്രമിക്കുക. എന്തുണ്ടാവും, വീട്ടിലെ ഗൃഹനാഥയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യം, ആരോഗ്യം, സമൃദ്ധി, സമ്പത്ത്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകും, സുനിശ്ചിതമാണ്. അപ്പം നായയെ വളർത്തുക എന്ന് പറയുന്നതും നല്ല കാര്യം തന്നെയാണ്. വീട്ടിലെ നെഗറ്റിവിറ്റിയൊക്കെ കുറേയൊക്കെ അങ്ങ് മാറാനുള്ള സാധ്യത, അതിന് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ജീവികൾക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും എന്നത് തന്നെയാണ് അതിനകത്ത് പരാമർശിച്ചിരിക്കുന്നത്. അവസാനമായിട്ട് വളർത്താൻ പാടില്ലാത്ത ഒന്നിൻ്റെയും കൂടെ പേര് ഞാൻ പറയുകയാണ്. ഇതിനകത്തെല്ലാം വളർത്താൻ പാടുള്ളതെ കുറിച്ചാണ് പറഞ്ഞത്. വളർത്താൻ പാടില്ല, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തെറ്റായിട്ട് തോന്നാം. ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ പോലും ചെയ്യുന്നത്. ലവ് ബേർഡ്സ് വളരെ ഭംഗിക്ക് നമ്മൾ വളർത്തുന്ന ഒരു സാധനമാണ്. നിങ്ങൾ യാതൊരു കാരണവശാലും ആ കിളികളെ വളർത്തരുത്. കാരണം
നെഗറ്റീവ് ഊർജം മാക്സിമം വീട്ടിൽ നിറയ്ക്കും. നെഗറ്റീവ് ഊർജം മാക്സിമം, അതിൻ്റെ 100% നെഗറ്റീവ് ഊർജം വീട്ടിനകത്ത് നിറയ്ക്കും. ദുരൂഹ മരണങ്ങൾ ഉണ്ടാവും. കാലാന്തരത്തിൽ, കാലക്രമേണ ആരോഗ്യക്ഷയമുണ്ടാകും. എല്ലാവർക്കും ഇല്ല. ആ വീട്ടിലെ ഏറ്റവും വീക്കായിട്ടുള്ള വ്യക്തിക്കായിരിക്കും ഇത് ബാധിക്കുന്നത്. ഗൃഹനാഥന് ബാധിക്കണമെന്നില്ല. ചിലപ്പോൾ വീക്കാരാണോ, മെന്റലി ആൻഡ് ഫിസിക്കലി വീക്കായിട്ടുള്ള വ്യക്തി ആരാണോ അയാളെ മാത്രമേ ബാധിക്കുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും ഇത് ഒറ്റയ്ക്ക് ജീവിക്കത്തുമില്ല. ഈ സാധനം ഇതിനെ പറത്തി വിട്ട് കഴിഞ്ഞാലോ മറ്റുള്ള കിളികൾ ഇതിനെ കൊത്തിക്കൊല്ലുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിനെയൊക്കെ വളർത്തേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അവിടെ ഇതൊക്കെ വളർത്താം. വീട്ടിനകത്തല്ല ഇത് വളർത്തുന്നത്. വീട്ടിൻ്റെ പുറത്ത് കയറി വരുന്നിടത്തല്ല ഇതിനെ വളർത്തേണ്ടത്. യാതൊരു കാരണവശാലും ലവ് ബേർഡ്സിനെ നിങ്ങൾ വളർത്താൻ പാടില്ല. ഇതാണ് ലവ് ബേർഡ്സിനെ വളർത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. പ്രശ്നങ്ങൾ ഇല്ലാത്തവരുണ്ടാവും. അവരുടെ സമയം നല്ലതായതുകൊണ്ടാണ്. നിങ്ങൾ പറയും ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് ലവ് ബേർഡ്സ് ഉണ്ടല്ലോ. ഒരു വിഷയമില്ലല്ലോ ഈ പറയുന്നത്. ബിക്കോസ് നിങ്ങളുടെ സമയം നല്ലതാണ്. നിങ്ങളുടെ സമയം മാറട്ടെ. സമയം മാറുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു എനർജി. നമ്മൾ ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടില്ല. ബിക്കോസ് നമ്മുടെ ടൈം ഏറ്റവും നല്ല സമയമാണ്, അതുകൊണ്ട് പിടിച്ചില്ല. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ പിടിക്കും. എന്താ, സമയം മാറുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കയറി വരും എന്നതുപോലെ തന്നെയാണ് ഇത്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളതേ ഉള്ളൂ. വാസ്തുവിൽ പറയപ്പെടുന്ന സത്യം തന്നെയാണ്. വാസ്തു ശാസ്ത്രം എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ആത്മീയപരമായിട്ട് നോക്കിയാലും സത്യം തന്നെയാണ്. ഇതിൻ്റെ ചില സമയത്തൊക്കെ അസഹനീയമായിട്ടൊക്കെ തോന്നും. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗപീഠകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ശബ്ദം വളരെ അസഹനീയമായിട്ട് തോന്നും. അപ്പോൾ യാതൊരു കാരണവശാലും ഈ സാധനത്തിനെ വീട്ടിൽ വളർത്താൻ പാടില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കളറാണ് ഇതിനെ ആകർഷിക്കുന്നത്. അതിൻ്റെ അടുത്തേക്ക് നമ്മളതുകൊണ്ട് എന്ത് ചെയ്യും, പിള്ളേർ ഇതൊക്കെ കൊണ്ട് കളിച്ച് വളരട്ടെ, അല്ലെ അതിൻ്റെ കൂടെയൊക്കെ കളിച്ച് കുറേ സമയം നല്ല രസമല്ലേ ഇതൊക്കെ. പക്ഷേ രസമൊക്കെയാ, ഈ രസമൊക്കെ അങ്ങ് മാറും ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നോക്കി ജീവിച്ചാൽ കുറേ കാലം സന്തോഷമായിട്ട് ജീവിക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ വിധി പോലെ എന്നുള്ളതിൽ നമുക്ക് എല്ലാം പഴിചാരാം എന്ന് മാത്രമേ ഉള്ളൂ എന്നുകൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ലെങ്ത് കൂടുമെന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ടൊക്കെ തന്നെ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മയും നല്ലതും മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട്, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും വേഗം കാണാം. നന്ദി, നമസ്കാരം.